വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കൂട്ടരെ കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എനിക്കും ഈ ലൈവിൽ കൂടെയാണ് ഇതൊക്കെ കിട്ടിയത്. ഞാൻ ആദ്യമൊക്കെ ലൈവ് വരുമ്പോൾ എനിക്ക് അറിയില്ല ഇമാതിരി ബാഡ് കമൻറ്റ് വരുമെന്ന്. ഞാനാണ് കമൻറ്റ് അങ്ങനെ വായിച്ചു പോയി. ലാസ്റ്റ് എത്തുമ്പോഴാണ് ഞാൻ ഓർക്കുക, ഓക്കെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോവാം. മറ്റേ ഇംഗ്ലീഷ് കമൻ്റ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയില്ല. മലയാളമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവും മോശം കമൻ്റാണെന്ന്. ഇംഗ്ലീഷ് ആകുമ്പോൾ വായിച്ച് തീരുമ്പോഴേ ചിലപ്പോൾ മനസ്സിലാവും. ഇതിനകത്തുള്ള മോശം വാക്ക് ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലായില്ല എന്ന് വരും. എൻ്റെ ലൈവിൽ അങ്ങനെ 1-2 പ്രാവശ്യം പറ്റിയിട്ടുണ്ട്. അപ്പോൾ കൂടെയുള്ള ആരൊക്കെയാണ് അതിനെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ പ്രത്യേകിച്ച് ലൈവ് ചെയ്യാത്ത യൂസറെ, ഓക്കെ തീർച്ചയായിട്ടും ലൈവ് ചെയ്യാത്ത യൂസറെ നമുക്ക് കാണാൻ പറ്റില്ല ലൈവ് ഇടാതിരുന്നാൽ. ഓക്കെ, എല്ലാവരും ഓരോ സിമ്പിളാണ് അയച്ചിരിക്കുന്നത്. എന്താണ് എല്ലാവരും പോവാണെന്നാണോ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ആ ഒരാൾ ഒരുപാട് ഗസ്റ്റ് വന്നു മായ. ചില ദിവസം അങ്ങനെയാണ്. ചില ദിവസം ഇരുന്ന് കറങ്ങി ആരും പിന്നെ കാണാതെ നമ്മൾ ദേഷ്യവും വിഷമവും സങ്കടമൊക്കെ വന്ന് എണീറ്റ് പോയിട്ടുണ്ട്. ഞാൻ ഐ ഡി മാറി ഒറിജിനൽ ഐ ഡിയിൽ വന്നു. അതിനർത്ഥം ഒക്കെ അറിയാം, തീർച്ചയായിട്ടും അറിയാം. സോളോയ്ക്ക് പോകാൻ സമയമായിട്ടുണ്ട്. സോളോ പോവുകയാണ്. അതുകൊണ്ടാണ് സോളോ ആർട്ടിസ്റ്റ് 37 എന്നുള്ള ഐ ഡിയിൽ വന്നാൽ സോളോയ്ക്ക് നമ്മളെ ലൈവിൽ നിന്ന് പോകാൻ സമയമായി എന്നാണ് അറിയിപ്പാണത്. അപ്പോൾ നമ്മളെ മതിച്ചേട്ടന് എന്തോ കുറേ ചായയോ ചിരിയോ എന്തൊക്കെയോ തരുന്നുണ്ട്. മായയുടെ ഇന്നത്തെ കാന്താരിക്കറി ഇങ്ങനെ മായല്ലേ കാന്താരിക്കറി ഇട്ടത്? കാന്താരി ചമ്മന്തിയോ? മായാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തോണം. നാളെ തിരിച്ച് ഞാൻ നല്ല ഗുണമായിരിക്കും. ഓക്കെ, തീർച്ചയായിട്ടും ആണല്ലോ, അങ്ങനെ ആവണമല്ലോ. ഓക്കെ, താങ്ക് യു സോളോ, താങ്ക് യു വെരി മച്ച്. ഇത്രയും നേരം വന്നതിന്, സപ്പോർട്ട് ചെയ്തതിനും, എല്ലാവരെയും പിടിച്ചു നിർത്തി എല്ലാവർക്കും സപ്പോർട്ട് വാഗ്ദാനം ചെയ്തതിനും, എൻ്റെ ലൈവിൽ വന്നതിന് പ്രത്യേക വാഗ്ദാനങ്ങൾ കൊടുത്തതിനും ഒക്കെയും പ്രത്യേകം നന്ദിയുണ്ട് സോളോയ്ക്ക്. സൂപ്പർ ചേട്ടാ, വെറുതെ തിന്ന് തീർത്തു. ഓക്കെ, അധികം കഴിക്കാൻ പാടില്ല. അത് കാന്താരി ഒരു ലിമിറ്റിന് കഴിക്കാവൂ. വയറിനൊക്കെ പ്രശ്നം ഉണ്ടാവുന്ന സാധനമാണ്. കുറച്ച് കഴിച്ചാൽ മെഡിസിനാണ്. മദ്യത്തിൻ്റെ കാര്യം പറഞ്ഞാലാണ്. ഇച്ചിരി കഴിച്ചാൽ മെഡിസിനാണ്, അധികം കഴിച്ചാൽ കുഴപ്പമാണ്. എല്ലാവരും എടുത്തോ. രാജൻ സാറിൻ്റെ ലൈവിൽ വന്നിട്ട് ഒന്നും തന്നില്ല എന്ന് പറഞ്ഞു. ഓക്കെ എന്തൊക്കെയോ നമ്മളെ മധു സാറ് ലൈവിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. എല്ലാവരും വേണമെങ്കിൽ എടുത്തോളുക. ഞാൻ പോകുന്നു. എന്നും സ്നേഹം, എല്ലാവരോടും സ്നേഹം. വീണ്ടും കാണാം എന്ന് പ്രതീക്ഷയുടെ സോളോ ആർട്ടിസ്റ്റ്. താങ്ക് യു സോളോ, താങ്ക് യു ടു വിസിറ്റ്. അതുപോലെ തന്നെ നമ്മളെ ഈ ഫ്രണ്ട്സിൻ്റെ ആയിട്ടുള്ള ആളുകളൊക്കെ ചാനലിൽ 1-2 ദിവസങ്ങളിൽ അടുത്ത സമയങ്ങളിൽ തന്നെ ഒന്ന് ലൈവിൽ പോകണം എന്നൊരു അപേക്ഷ കൂടെ എനിക്ക് ഈ സമയത്തുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ഇന്ന് പരിചയപ്പെട്ട ഫ്രണ്ട്സ് എല്ലാം സോളോയുടെ ലൈവിലും തീർച്ചയായിട്ടും വരും. നമുക്ക് വീണ്ടും ഏതെങ്കിലുമൊക്കെ ലൈവിൽ വെച്ച് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോളോ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഞാൻ ഇന്നത്തേക്ക് പോവുകയാണെന്ന് പറയുവാണ്. വീണ്ടും കാണാമെന്ന് പാസ് പറയുന്നുണ്ട്. ഓക്കെ പാൻസ്, ഓക്കെ, പിന്നെ കാണാം, കണ്ടിരിക്കുമെന്ന് പറയുന്നുണ്ട് യൂസർ. എല്ലാവരോടും താങ്ക് യു യൂസർ, താങ്ക് യു. ഇല്ല, ഞാൻ എരിവ് കഴിക്കാറേ ഇല്ല, പക്ഷേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറയുവാണ് മായ. ഓക്കെ, മായയുടെ ഒന്നൊരു സ്പെഷ്യൽ സാധനം ഉണ്ടായിരുന്നു, കാന്താരി ചമ്മന്തിയ. അത് കണ്ടു. അപ്പോൾ എനിക്ക് വേണമെന്ന് പറയായിരുന്നു. ഷോർട്ടായിരുന്നു അത്. കാന്താരി നല്ല ഔഷധമാണ്. അല്ലെങ്കിൽ നമ്മളെ മധുസാറിനോട് ചോദിച്ചാൽ മധുസാറ് പറഞ്ഞു തരും. പക്ഷേ ഒരാളിന് ഇത്ര ലിമിറ്റുണ്ട്, ഇത്ര കാന്താരി കഴിക്കാവുന്നു. ഞാൻ തീർച്ചയായും എന്താണ് സോളോ. ഓക്കെ, എന്തായാലും മായ എത്തും. മായല്ല, എല്ലാവരും എത്തും. പേഴ്സും എത്തും, യൂസറും എത്തും. ഞാൻ കണ്ടു എന്ന് മായ പറയുന്നുണ്ട്. ആ മറുപടിയും പറഞ്ഞല്ലോ.
തീർച്ചയായിട്ടും ഞാൻ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും എന്ന് സോളോ ഒരിക്കൽ കൂടെ വാക്ക് പറയുന്നുണ്ട്. താങ്ക് യു സോളോ.